ഗുഡ് മോർണിംഗ് ആൾ. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഇപ്പോൾ നിൽക്കുന്നത് 20 പോയിൻ്റ് ഡൗൺ ആണ്. സ്ലൈഡ് ഡൗൺ ആണ്. 20 പോയിൻ്റ് സ്ലൈഡ് ഡൗൺ ആണ്. റിയാക്ഷൻ എന്തായാലും ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് തന്നെ ആയിരിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഹോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും RBI റേറ്റ് കട്ട് ചെയ്യും എന്നുള്ള ഹോപ്പോട് കൂടി മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് വന്നു. അപ്പോൾ ആ ഹോപ്സ് ഏകദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് ഗുഡ് ന്യൂസിലുണ്ടെങ്കിൽ ആ ഹോപ്സുകൾ ഇവിടെ കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ ആ ന്യൂസ് വന്നുകൂടി ഹോപ്സുകൾ കഴിയുന്നു, മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നു. കറക്റ്റാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതും മനസ്സിലാക്കുക പറഞ്ഞാൽ ഹോപ്സുകൾ തന്നു, ആ ഹോപ്സുകൾ RBIയുടെ പോളിസി കൂടി ക്ലോസ് ആയി കഴിഞ്ഞു. FII ഡാറ്റ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പഴയ പോലെ തന്നെ ഡൊമസ്റ്റേഷൻ ഒരു 2916 കോടി രൂപ ബൈ, എന്നാൽ അതേപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 1600 കോടി സെല്ല്. അപ്പോൾ ഇതൊരു മാർക്കറ്റിൽ സ്ഥിരം ഒരു ഓപ്ഷൻ തന്നെയാണല്ലോ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ല് എന്നുള്ള നിലയ്ക്ക് ഇതിനെ ഒരു ന്യൂട്രൽ രീതിയിൽ കാണാം. US ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ ഷട്ട് ഡൗൺസുകളൊക്കെ സാധാരണ പണ്ടും ഉള്ളതാണ്. കുറച്ച് വലിയ രീതിയിലേക്ക് വന്നു എന്നുള്ളത് തോന്നിക്കുന്നു മാത്രം. അപ്പോൾ അതിൻ്റെ ഇഷ്യൂസൊക്കെ അത് അമേരിക്കയിലാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അത് ആ ഇഷ്യൂസ് വന്നിട്ട് പോലും ഡൗ ഫ്യൂച്ചർ അപ്പാണ്. ഡൗ ഫ്യൂച്ചറാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. ഡൗ ഫ്യൂച്ചർ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. 80 പോയിൻ്റ് അപ്പാണ്. S500 അപ്പാണ്. ടെക് അപ്പാണ്. എല്ലാ അപ്പാണ്. പിന്നെ അവിടെ ഡാക്സ് ആണ്, ഈ പഴയ ഡാക്സ് ഫ്യൂച്ചർ അപ്പാണ്. ഫുഡ്സി സെക്ഷനൊക്കെ അപ്പാണ്. അപ്പോൾ സെക്ടറിൽ നമുക്ക് അവിടെ നിന്നും ഈ പറഞ്ഞ US-നെ കൊട്ടിയാഘോഷിക്കുന്ന യൂട്യൂബുകളിലെ ആയിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ആക്ഷൻ പ്ലാനൊന്നും മാർക്കറ്റിൽ കാണുന്നില്ല. ഓട്ടോ സെയിൽസിൻ്റെ ഡാറ്റ വന്നു. വളരെ ശ്രദ്ധിക്കേണ്ട കേസാണ്. കുറച്ച് GST കട്ടിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് നിൽക്കുമ്പോൾ ആ ഡാറ്റ പ്രധാനപ്പെട്ട തന്നെയായിരുന്നു. ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ മാരുതിയുടെ ഡാറ്റ വളരെ പോസിറ്റീവാണ്. മാരുതി നല്ല രീതിയിൽ സെയിൽസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ പറയാം. മാരുതിക്ക് ഇതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. വീണ്ടും ഫെസ്റ്റിവൽ സീസൺ വരുന്നതുകൊണ്ടും മാരുതിക്ക് വീണ്ടും അതൊരു പോസിറ്റീവ് ന്യൂസായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അട്രാക്ഷൻ വന്നത് ഹീറോ മാത്രമാണ്. ഹോണ്ട വെറും ഹീറോ ആണ്, ഹോണ്ടയല്ല ഹീറോ. എനിക്ക് തോന്നുന്നു അത് നല്ല പെർഫോമൻസാണ് ഹീറോ കാഴ്ചവെച്ചിരിക്കുന്നത്. ഓക്കെ, ഹീറോ. അത് കഴിഞ്ഞ് നമുക്ക് TVS നല്ലതാണ് കാണിച്ചിരിക്കുന്നത്. TVS നല്ല പെർഫോമൻസ് കാണിച്ചെങ്കിലും എസ്റ്റിമേഷൻ അത് ബീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് നെഗറ്റീവായിട്ടുണ്ട്. എസ്റ്റിമേറ്റ് ബീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് നെഗറ്റീവായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നതൊക്കെ ചിലപ്പോൾ അടുത്ത ക്വാർട്ടറിൽ ഉണ്ടാവണമെന്നില്ല. എങ്കിൽ തന്നെ TVS താഴെ വരുമ്പോൾ ബൈ ചെയ്യുക എന്നുള്ളത് ശ്രമിക്കാവുന്നതാണ്. ബാക്കിയുള്ളതൊക്കെ ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമേ പറയാനുള്ളൂ. ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിൽ ഡെപ്പോസിറ്റ് ഗ്രോത്ത് മന്ത്ലി ബേസ് എടുത്തപ്പോൾ ഏറ്റവും നല്ല പെർഫോമൻസ് കാണിച്ചത് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. അപ്പോൾ ശ്രദ്ധിക്കാവുന്ന കൗണ്ടറാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഏകദേശം 29 സംതിങ്ങിൽ നിൽക്കണു എന്ന് നോക്കണ്ട. ചിലപ്പോൾ നമുക്കൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാനുള്ള ചെറിയ സ്റ്റോക്സ് എന്നുള്ളതും പറയാം. ചെറിയ പെന്നി സ്റ്റോക്സ് പോലെ തന്നെ കാണാം. സൗത്ത് ഇന്ത്യൻ ബാങ്ക് 29 രൂപയുള്ളൂ എന്നുള്ള നിലയ്ക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ശ്രദ്ധിക്കുക. ന്യൂസ് പോസിറ്റീവാണ്. അടുത്ത ഒരു സ്റ്റോക്സിൻ്റെ കാരണം സമ്മാൻ ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ ഹോൾഡിംഗ് കമ്പനി എന്നുള്ളതാണ്. എങ്കിൽ തന്നെ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അബുദാബിയുടെയാണ്. അബുദാബി നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അബുദാബി സ്റ്റേക്സ് ഇതിൽ കൂടി വരികയാണ്. സ്വാഭാവികമായിട്ട് ആ ഒരു സെൻറ്റിമെൻറ്റ് വെച്ചിട്ടാണ് ഈ കൗണ്ടർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കൗണ്ടറാണെന്നുള്ള കാര്യം ഒന്ന് സൂചിപ്പിക്കുകയാണ്. വീണ്ടും തിരിച്ച് മാർക്കറ്റിലേക്ക് തന്നെ വരികയാണ്. നിഫ്റ്റി ഇപ്പോൾ ഏകദേശം 10 പോയിൻ്റ് മാത്രമേ ഡൗൺ ഉള്ളൂ. 10 പോയിൻ്റ് മാത്രമേ ഡൗൺ ഉള്ളൂ. അപ്പോൾ അതും ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ ഓപ്പണിംഗ് വളരെ പ്രധാനമാണ്. പോസിറ്റീവ് ഓപ്പണിംഗ് എന്തായാലും പ്രധാനമാണ്. പക്ഷേ ടെക്നിക്കലായിട്ട് കുറച്ച് ഇഷ്യൂസ് ഇവിടെ കാണിക്കുന്നുണ്ട്. മാർക്കറ്റിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗുഡ് ന്യൂസ് തരും എന്നുള്ള പ്രതീക്ഷയിലുണ്ടായ ആ ഡേറ്റ് കടന്നുപോയി. പഴയ ട്രേഡിംഗ് ഡേന്ന് ഹൈ ഇൻട്രസ്റ്റ് റേറ്റിൽ ഡൗൺ ഒന്നും കിട്ടില്ല. അപ്പോൾ ആ ന്യൂസുകൾ കഴിഞ്ഞു. അമേരിക്കൻ മാർക്കറ്റിൽ നിന്നിൻ്റെ ഗുഡ് ന്യൂസുകളൊന്നും നമ്മളെ ബാധിക്കുന്നേ ഇല്ല ഇപ്പോൾ. അപ്പോൾ അതിൽ നിന്നും പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. അപ്പോൾ എൻ്റെ കണക്കിൽ മാർക്കറ്റിൽ ഡൗൺ ആയാലും കുറച്ച് കഴിഞ്ഞാൽ പൊന്തി വരാനുള്ള സാധ്യത. ഇനി ഓപ്പണിങ്ങിൽ തന്നെ അടിച്ച് അപ്പോൾ തന്നെ റിക്കവറി ആണെങ്കിലും ഡിസ്കൗണ്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. താഴെ വളരെയധികം താഴത്തേക്ക് പോയാലും അപ്പലേക്ക് വരാനുള്ള സാധ്യതയും അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ റേഞ്ചിൽ വരാനുള്ള സാധ്യതയും ഉണ്ട്. എങ്കിൽ തന്നെ ഒരു ഹൈ ലെവൽ മൂവ്മെൻറ്റ് രണ്ട് സൈഡിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യത കുറവായിരിക്കും. സൈഡ് വൈസ് മാർക്കറ്റ് ആവാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, താങ്ക് യു.